ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുണ്യമായ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബത്താൽ അവരുടെ കബറുകളെ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവരെയും നമ്മയുമൊക്കെ റബ്ബത്താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, അള്ളാഹു റബ്ബുൽ തമ്പുരാൻ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ചെറിയ അനുഗ്രഹമല്ല ഈ മക്കൾ എന്ന് പറഞ്ഞത്. അള്ളാഹു തആല എല്ലാവർക്കും കൊടുക്കണമെന്നല്ല. ഒരുപാട് ആളുകൾ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പരിശുദ്ധ ഖുർആൻ തന്നെ ആക്ഷേപിക്കുന്നുണ്ട്. അബ്തർ, പരമ്പര മുറിഞ്ഞു പോയവൻ എന്ന് അള്ളാഹു തആല ഇസ്ലാമിൻ്റെ റസൂലുള്ളാഹിൻ്റെ ശത്രുക്കളെ ആക്ഷേപിച്ചത് ഖുർആനിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതികമായ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗന്ദര്യമാണ്, അലങ്കാരമാണ് മുതൽ, മക്കൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ മക്കൾ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ വലിയ ഒരു ശല്യമായി, നാശമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അറിവുകൾ കിട്ടുന്നില്ല, വേണ്ട സംസ്കാരം കിട്ടുന്നില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ വിദ്യാഭ്യാസം അതിന് പറ്റുന്നതല്ലാതായി മാറിയിരിക്കുന്നു. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങളിൽ സംസ്കാരമുള്ളവരാക്കി തീർക്കണം. 3 കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കൾ സംസ്കാരമുള്ളവരായി തീരുക, അദബുള്ളവരായി തീരുക എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. ഏതൊക്കെയാ 3 കാര്യങ്ങൾ? ഒന്ന്, ഹുബ്ബി നബിക്കും, നിങ്ങളുടെ നബിയോടുള്ള സ്നേഹം അതുണ്ടാക്കി തീർക്കുക. ചെറുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യുക, ചെറുപ്പത്തിൽ വേറെ ചിന്തയൊന്നും വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ളാഹിനെ പറ്റിയുള്ള ആദരവും മഹബത്തൊക്കെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുക. ആ ഹുബിലായിട്ട് അങ്ങനെ കുട്ടികൾ വളർന്നു വരിക. രണ്ടാമതായിട്ട് ഹുബി അഹ്ലി ബൈത്തിഹി, റസൂലുള്ളാഹിന്റെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുന്ന ആലി മുഹമ്മദിനെ പറ്റിയുള്ള മഹബത്ത്, റസൂലുള്ളാഹിന്റെ കുടുംബക്കാരോടുള്ള മഹബത്ത്, അതുള്ളവരാക്കി നിങ്ങളുടെ കുട്ടികളെ ആക്കി തീർക്കുക. ഇത് ചെറുപ്പത്തിൽ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട അദബാണ്. ഈ അദബിൽ നിന്നാണ് കുട്ടികൾ സംസ്കാരമുള്ളവരായി മാറുന്നത്. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖിറാഅത്തിൽ ഖുർആനി, ഖുർആൻ ഓതാനും നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിക്കുക. ചെറുപ്പം മുതലേ കുട്ടികൾ ഖുർആൻ ഓതുക. ഈ 3 ഗുണങ്ങൾ ചെറുപ്പത്തിൽ കുട്ടികളെ പഠിപ്പിച്ചാൽ ആ കുട്ടികൾ സംസ്കാരമുള്ളവരായി മാറും. പക്ഷെ ഇപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിന് നിലവാരം എന്താ? ഇപ്പൊ നമ്മുടെ സമൂഹത്തിന് നിലവാരം റസൂലുള്ളാഹിനോടുള്ള ആ ഹുബും ആ മഹബത്തും നിലനിന്നാലേ ദീൻ നിലനിൽക്കൂ. ദീൻ എന്ന് പറയുന്നത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. ആ നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആവണം നിസ്കാരവും ഇബാദത്തും ഒക്കെ. പക്ഷെ ആ നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബക്കാരോടുള്ള സ്നേഹം. ഹുബ്ബുൻ നബിയ്യി വ ഹുബ്ബുൽ ആലി റുക്നാനി ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്നതും റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കുക എന്നതും ഈമാനിന്റെ 2 റുക്നുകളാണ്, ഈമാനിന്റെ 2 ശാഖകളാണ്, 2 നെടും തൂണുകളാണ്. ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി, മഹാന്മാര് പഠിപ്പിച്ചതുപോലെ ഈമാനുള്ളവരെ അതിൻ്റെ ഇടയിൽ വേർതിരിവ് പാടില്ല. റസൂലുള്ളാഹിനോട് എനിക്ക് വലിയ സ്നേഹ, പക്ഷെ തങ്ങന്മാരോട് സ്നേഹമില്ല. കാരണം തങ്ങൾ ലീഗുകാരനാണ്, അല്ലെങ്കിൽ ആ തങ്ങൾ AP-കാരനാണ്, അല്ലെങ്കിൽ ആ തങ്ങൾ ഈക്കക്കാരനാണ്, എന്തു ആവാലോ. ഇതിൻ്റെ പേരിൽ തങ്ങന്മാരോട് വെറുപ്പ്. കണ്ടില്ലപ്പോൾ നിങ്ങൾ സാദിഖലി തങ്ങളെ നഗ്ന ഫോട്ടോ കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിച്ചിട്ട് 15 കോടി റുപ്യ ആവശ്യപ്പെട്ടു. ആര്? RSSും BJP ഒന്നുമല്ല, പെരിന്തൽമണ്ണക്കാരൻ പൊന്നിയാൻകുറിച്ചിയിലെ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. എന്തിനാ അത്? അവന്റെ ചെറുപ്പത്തിൽ കിട്ടേണ്ട ആ ഹുബ്ബുൻ നബിയും ആലിൻ നബിനോടുള്ള മഹബത്തൊന്നും അവന് കിട്ടിയിട്ടില്ല. അവൻ മദ്രസയിൽ പഠിക്കാഞ്ഞിട്ടൊന്നും ആവൂല. പക്ഷെ അവന്റെ സംസ്കാരം അതായി മാറിയതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സംസ്കാരം വളരെ അധപ്പതിച്ച, നമ്മൾ ജീവിക്കുന്ന പരിസരം വളരെ മോശപ്പെട്ട അധാർമികമായൊരു പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത്. ധാർമ്മിക പരിസരത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ധാർമ്മികമായൊരു പരിസരമല്ല, നമുക്ക് അനുകൂലമല്ല, നമുക്ക് പ്രതികൂലമായൊരു പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭരണകൂടം ഒരിക്കലും ധാർമ്മികത പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടമല്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഇനി കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും
ഈ ജനാധിപത്യം, ഭൗതികവാദം എന്നൊക്കെ പറയുന്നതൊക്കെ അധാർമികതയിൽ അടിത്തറയായിട്ടുള്ളതാണ്. അധാർമികതയാണ് ഇതിന്റെ അടിത്തറ. കമ്മ്യൂണിസം ഈസ് abolishes eternal truth and abolishes religion and morality. കമ്മ്യൂണിസം എന്ന് പറയുന്നത്, കമ്മ്യൂണിസത്തിന്റെ മാനിഫെസ്റ്റോയിൽ തന്നെ കമ്മ്യൂണിസ്റ്റിന്റെ ആചാര്യന്മാർ പറയുന്നത് കമ്മ്യൂണിസം ആസ് abolishes religion and morality. ശാശ്വത സത്യങ്ങള് അല്ലെങ്കിൽ ധാർമ്മികത, മതം എന്നൊക്കെ പറയുന്നതിനൊക്കെ നശിപ്പിക്കണമെന്നാണ് കമ്മ്യൂണിസം ആഗ്രഹിക്കുന്നത്. അതാണ് സയന്റിഫിക് സോഷ്യലിസം എന്ന് പറയുന്നത്. ധാർമ്മികത പറ്റൂല. ഒരാൾ ഒരു കെട്ടിയോളുമായിട്ട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പരിപാടി പറ്റൂല. അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. മദ്യപിക്കാതെ, ലഹരി ഉപയോഗിക്കാതെ, കള്ളു കുടിക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കള്ളു കുടിക്കണം, എല്ലാവരും ഭാര്യമാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണം. എന്നും ഒരേ ഭാര്യൻ്റെ ഒപ്പം തന്നെ കിടന്നാൽ ശരിയാവൂല. ഭാര്യമാരൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറണം. ഇതൊക്കെയാണ് ഈ പറയുന്ന തിയറി. ആ നിലയിലേക്ക് ലോകത്തെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനിവിടെ ഏറ്റവും വലിയ ശത്രു ആരാ? നമ്മൾ തന്നെയാ, ഈ മുസ്ലിങ്ങളെന്ന് പറയുന്ന വിഭാഗം. ഇതാ നമ്മളോട് ഇത്ര വെറുപ്പ്. നമ്മളാ ഇതിനെതിര്. നമ്മളുള്ളത് കൊണ്ടാണ് അത് പച്ചയ്ക്ക് പറയാത്തത്. ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വ്യാപകമായി ഒഴുകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ അതിൻ്റെ അടിമകളായി തീരുന്നു. അതിന് നമ്മുടെ മക്കളെ മദ്യത്തിനും മയക്കുമരുന്നിനും കിട്ടാത്തത് എന്തുകൊണ്ടാ? നമ്മൾ മദ്രസയിൽ കുട്ടികളെ ചെറുപ്പത്തിൽ അത് ശരിയല്ല എന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ്. അതാ മദ്രസനോട് ഇപ്പൊ ദേഷ്യം എല്ലാവർക്കും. ഇപ്പൊ ദേഷ്യം മുഴുവൻ മദ്രസകളോടാ. മദ്രസകൾ തകരണം, മദ്രസ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. പച്ചയ്ക്ക് മദ്രസ നശിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ എന്താ മാർഗം? മദ്രസന്റെ സമയത്ത് സ്കൂൾ തുടങ്ങുക. അപ്പൊ കുട്ടികൾ സ്കൂളിലേക്ക് വയ്ക്കോളല്ലോ, മദ്രസയ്ക്ക് കുട്ടികളെ വിട്ടാക്കൂലല്ലോ. എല്ലാവർക്കും ഇപ്പൊ വലുത് മതപഠനം അല്ലല്ലോ. അപ്പൊ മദ്രസ പഠിപ്പ് നിർത്തിക്കോളും. അങ്ങനെ മദ്രസന്റെ സമയത്ത് സ്കൂൾ തുടങ്ങുക, അല്ലെങ്കിൽ വേറെ വല്ല രൂപത്തിലൊക്കെ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ മദ്രസയിൽ ഉസ്താദ് തല്ലി എന്ന് കുട്ടിനോട് ടീച്ചർ പറയിപ്പിക്കുക. എന്നിട്ട് ആ ടീച്ചർ അത് പോലീസിലേക്കും ചൈൽഡ് ലൈനിലേക്കൊക്കെ വിളിച്ചു പറയിപ്പിക്കുക. എന്നിട്ട് പോക്സോ കേസ് എടുത്തിട്ട് ഉസ്താദിനെ ജയിലിൽ അടയ്ക്കുക. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. മദ്രസകൾ ഇല്ലാതാക്കുക, ധാർമ്മിക വിദ്യാഭ്യാസം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളാകുന്ന നമുക്ക് വലിയൊരു ബാധ്യത ഇവിടെയുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹക്കുൽ വലദി അലാ വാലിദിഹി. ഒരു കുട്ടിയോട് പിതാവിനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഒന്നാമത്തത് അൻ യുഹ്സിന ഇസ്മഹു, അവന് നല്ലൊരു പേര് വെക്കുക, ചീത്ത പേരാവരുത്. രണ്ടാമതായി റസൂലുള്ള പറഞ്ഞു അദബഹു, അവനെ സംസ്കാരമുള്ളവനാക്കി വളർത്തുക. സംസ്കാരമുള്ളവരായി നമ്മുടെ മക്കൾ വളരണം. ചെറുപ്പത്തിലെ ദീനീ സംസ്കാരവും സദാചാരവും ചിട്ടയുമുള്ള കുട്ടികളായി നമ്മുടെ മക്കൾ വളരണം. അതിനെന്ത് വേണം? അത് സ്കൂളിൽ നിന്ന് കിട്ടും വിചാരിച്ചിട്ട് ആരും വിചാരിക്കണ്ട. കോളേജുകളിൽ നിന്ന് അത് കിട്ടൂല. അത് മദ്രസയിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും കിട്ടേണ്ട ഒന്നാണ്. മറിച്ച് യൂണിവേഴ്സിറ്റികളിൽ ഇപ്പൊ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെയാ? ഇപ്പോ കഴിഞ്ഞ ദിവസം സ്കൂൾ പൂട്ടി അല്ലേ? മിനിഞ്ഞാന്ന് സ്കൂൾ പൂട്ടിയപ്പോൾ ഉണ്ടായ കോപ്രായങ്ങൾ നിങ്ങൾ വല്ലതും പറഞ്ഞോ? ചില കുട്ടികള് പണ്ടപ്പോഴോ 5-6 കൊല്ലം മുമ്പ്, 2-3 കൊല്ലം മുമ്പ് ഇവരെ നോണ്ടുകയോ പിച്ചുകയോ കളിയാക്കുകയോ ചെയ്ത ചെക്കൻ്റെ കയ്യും കാലൊക്കെ തല്ലി ഒടിച്ചു പല സ്കൂളിലും. പല സ്കൂളുകളിലും ആ കണക്കൊക്കെ വീട്ടിയിട്ടാണ് കുട്ടികൾ വീട്ടിലേക്ക് പോയത്. വേറെ ചില സ്കൂളുകളിൽ കാട്ടിയത് അതല്ല, പെൺകുട്ടികൾ വാപ്പയും ഉമ്മയും കൊടുക്കാത്ത, ആങ്ങളെയും വാപ്പയും കൊടുക്കാത്ത സ്നേഹം കൊടുത്ത കുറേ കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ, ആൺകുട്ടികൾ. അവരോട് എന്ത് വേണമെങ്കിലും കാട്ടിക്കോ എന്നും പറഞ്ഞ് ഒഴിഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാണ് ചില പെൺകുട്ടികളൊക്കെ വീട്ടിലേക്ക് പോയത്. അതേപോലെ ചിലരാവട്ടെ അവർ പോകുമ്പോൾ ഇതുവരെ പഠിച്ച പേന വലിച്ചെറിഞ്ഞിട്ട്, കുപ്പായം കീറിക്കളഞ്ഞിട്ട്, അവരുടെ ഡ്രസ്സൊക്കെ യൂണിഫോമുകളൊക്കെ കീറി വലിച്ചെറിഞ്ഞിട്ടാണ് പല കുട്ടികളും വീട്ടിലേക്ക് പോയത്. അതന്നെ EMS SLC എഴുതിയ പേന ഇപ്പോഴും ഉണ്ട്. EMS നമ്പൂതിരിപ്പാട് SLC എഴുതിയ പേന ഇപ്പോഴും അയാളത് ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. പാക്കേജ് സെന്ററിൽ ഉണ്ട് ആ പേന. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളത്. കറാമത്തും ഹുർമത്തും മുജിസത്തിനും വേണ്ടി എടുത്തു വെച്ചല്ലോ. ഞാൻ SLC എഴുതിയ പേന അവരുടെ വലിപ്പുണ്ടല്ലോ. ഇവർക്ക് അതും വേണ്ട. ഇവരതൊക്കെ വലിച്ചെറിഞ്ഞ് റോട്ടിൽ ഇങ്ങനെ കിടക്കുക. പേനയും ബുക്കും ഒക്കെ, ഡ്രസ്സൊക്കെ വലിച്ചു കീറുക.
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ മക്കള് ഈ നിലയിലാകുന്ന എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്ര വൃത്തികെട്ടതാണ്. അതുകൊണ്ടാണ് ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റിയായ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സ്റ്റീവൻ മുള്ളർ പറഞ്ഞൊരു വാക്കുണ്ട്: യൂണിവേഴ്സിറ്റീസ് ആർ ടേണിംഗ് ഔട്ട് ഹൈലി സ്കില്ലഡ് ബാർബേറിയൻസ്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ബിരുദധാരികളായ വിവരമുള്ളവരെന്ന് പറയപ്പെടുന്നവരെ യൂണിവേഴ്സിറ്റി പുറത്തുവിടുന്നത് ഹൈലി സ്കില്ലഡ് ബാർബേറിയൻസ്, ഉയർന്ന കഴിവുകളുള്ള അപരിഷ്കൃതരായിട്ടാണ് കോളേജിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങുന്നത്. ബാർബേറിയൻസ്, സംസ്കാരമില്ലാത്തവർ, സദാചാരബോധമില്ലാത്തവർ, ധാർമ്മികതയില്ലാത്തവർ, മനുഷ്യത്വമില്ലാത്ത മൃഗങ്ങൾ, കാട്ടുജീവികളെ പോലെയാണ്, വന്യജീവികളെ പോലെയാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങുന്നത്. ബിക്കോസ് അദ്ദേഹം പറയാ, ബിക്കോസ് വി ഡോണ്ട് പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഓഫ് വാല്യൂ ടു യങ് പീപ്പിൾ. പുതിയ തലമുറയ്ക്ക് ധാർമ്മികതയുടെ, സദാചാര മൂല്യത്തിൻ്റെ, മൂല്യങ്ങളുടെ ഒരു ഫ്രെയിംവർക്ക്, ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസം പരാജയപ്പെട്ടു. നമുക്കതിന് കഴിയുന്നില്ല. നമ്മൾ ബിരുദം ഉണ്ടാക്കി കൊടുക്കുക, BA ആണ്, BCom ആണ്, MA ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബിരുദങ്ങളാണ്. പക്ഷെ അവരാരും മനുഷ്യരായിട്ടില്ല. ആ മനുഷ്യരായി മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വു മോർ ആൻഡ് മോർ ആർ സെർച്ചിങ് ഫോർ ഇറ്റ്. അദ്ദേഹം പറയും, നമ്മൾ അതിനു വേണ്ടിയാണ് വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നത്. ബിരുദം നേടലല്ല പ്രധാനം, അവരെ മനുഷ്യരാക്കി പുറത്തിറക്കുക എന്നതാണ്. അതിന് നമ്മുടെ കോളേജുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ആരാ? ഒരു മൂല്യര് പറഞ്ഞതല്ല, ഡോക്ടർ സ്റ്റീവൻ മുള്ളർ എന്ന ലോക പ്രശസ്തനായ വിദ്യാഭ്യാസ വിചക്ഷണന്റെ വാക്കുകളാണത്. അതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ യൂണിവേഴ്സിറ്റികൾ സംസ്കാരമില്ലാത്ത, സദാചാര ബോധമില്ലാത്ത മക്കളാക്കി വളർത്തിക്കൊണ്ടുവരികയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഇപ്പൊ നമ്മളെ പുതിയ തലമുറയുടെ ജീവിതം നമുക്ക് മനസ്സിലായപ്പോൾ അടുത്ത് തളിപ്പറമ്പിൽ, കണ്ണൂർ ജില്ലയിൽ, ഒരു ദിവസം രാത്രി 3 മണിക്ക് ഒരു സ്കൂട്ടറിൽ 3 ചെറുപ്പക്കാർ ലക്കും ലെവലും ഇല്ലാതെ മതിലിൽ പോയി ഇടിച്ചിട്ട് 3 ആളും ചത്തു. ഇവര് 3 ആളും 3 ജില്ലക്കാരായിരുന്നു. ഒരാൾ വയനാട്ടുകാരനാണ്, മുസ്ലിമാണ്, വേറെ 2 ആള് ഹിന്ദുക്കളാണ്. ഇവരാരാ? 3 മണിക്ക് ഇങ്ങനെ ലക്കും ലെവലും ഇല്ലാതെ കൊണ്ടുപോയിട്ട് ഇടിച്ച് മരിച്ചവരാരാ? MBBS 5ാം വർഷ വിദ്യാർത്ഥികളാണ് ഇവർ 3 ആളും. അടുത്ത കൊല്ലം ഡോക്ടറായിട്ട് ഇറങ്ങേണ്ടവരാണ് അവർ. ബാപ്പയമ്മി അവരെ പാടുപെട്ട് കടം വാങ്ങി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് MBBSന് വിട്ടാക്കിയതാണ്. അവർക്ക് രാത്രി പണി എന്താ? രാത്രി ഉറക്കല്ല. രാത്രി ഉറക്കം പറഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ഇല്ല. അപ്പം ആലോചിക്കേണ്ട ഒരു കേസ്. അപ്പം അടുത്ത് ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിനോട് കുട്ടി പറഞ്ഞു, ചെക്കൻ പറഞ്ഞു, 10-14 വയസ്സായ ചെക്കൻ പറഞ്ഞു, പെങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് ബിരിയാണി തിന്നാൻ പോകുന്നുണ്ട് പറഞ്ഞു. അവൻ എന്തോ പറഞ്ഞു, കൂട്ടത്തിൽ പറഞ്ഞാണ്. അങ്ങനെ നേരം ഒരു 3 മണിയായപ്പോൾ വീടിൻ്റെ ഫോണ് ബെല്ലടിക്കുകയാണ്. ഫോണ് ബെല്ലടിച്ചു. വാപ്പ പോയി ഫോൺ എടുത്തപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ മകൻ എവിടെ ചോദിച്ചു. മകൻ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് സാറേ പറഞ്ഞു. എന്നാൽ ആ റൂമിൽ പോയി നോക്കിയും പറഞ്ഞു. അപ്പോൾ റൂമിൽ അവനില്ല. നിങ്ങളുടെ കാർ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കാർ ഷെഡിലുണ്ട് സാറേ. ഷെഡിൽ പോയി നോക്കി കാറുണ്ടോ? ഷെഡിൽ കാറില്ല. കാർ എവിടെ കൊണ്ട് വെച്ച് കുത്തി. ഈ 14 വയസ്സുകാരൻ വാപ്പ ഉറങ്ങുന്നതിന് മുമ്പ് വണ്ടിൻ്റെ ചാവി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിരുന്നു. അതുപോലെ എടുത്ത് വെച്ചിരുന്നു. അത് വാപ്പ അറിയില്ല. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ചെയ്തിരുന്ന എന്താ, വാപ്പ രാത്രി മീൻ പിടിക്കാൻ പോകാൻ സമ്മതിക്കൂല. അപ്പോൾ വാപ്പ അറിയാതെ വല അതിൻ്റെ മുമ്പ് ഞാൻ പുറത്തിറക്കി വെക്കും. പുഴയ്ക്കായി പോണതേ 10-14-15 വയസ്സുള്ള കാലത്തുള്ള തോന്നിയാസാ. അപ്പോൾ മീൻ പിടിക്കാൻ പോണത് കൂട്ടുകാരുണ്ടാവും, ഒറ്റയ്ക്കൊന്നുമല്ല, എന്നെക്കാളും വയസ്സിന് മൂത്തവരാ കൂട്ടുകാരൊക്കെ. എന്നാലും വാപ്പാക്ക് എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ട് വല തരൂല. അപ്പം അതിൻ്റെ മുമ്പ് ചോറ് കഴിക്കുന്നതിന് മുമ്പ് വല പുറത്തെടുത്ത് വെക്കും. എന്നിട്ട് വാപ്പ ചോറ് കഴിച്ച് ഉള്ളിക്കാരെ ഞാൻ എന്ത് ചെയ്യും, പതുക്കെ മൂത്രമൊഴിക്കാൻ ഇറങ്ങും പോലെ ഇറങ്ങിയിട്ട് വലയെടുത്തിട്ട് ഞാൻ പോകും. പിന്നെ 12 മണിക്കോ 3 മണിക്കോ ഒക്കെ എടുത്ത് തിരിച്ചു വരിക. മീൻ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലേയും കിട്ടിയില്ല. അങ്ങനെയായിരുന്നു അന്നൊക്കെ. അതിന് പകരം ഇപ്പോഴത്തെ മക്കളുടെ സ്വഭാവം അത്. കാറ് കൊടുത്തിട്ട് ബമ്പൻ്റെ കൂട്ടുകാരനെയും കയറ്റിയിട്ട് ഈ 14 വയസ്സുള്ള ചെക്കൻ കൊണ്ടുപോയി എവിടെ കൊണ്ട് കുത്തി. പോലീസുകാർ പിടിച്ചിട്ട് നോക്കുമ്പോൾ വീട്ടുകാരറിയില്ല. അതൊന്നും കാറെടുത്തതും വീട്ടുകാരറിയില്ല, മകൻ പോയതും വീട്ടുകാരറിയുന്നില്ല. ഇത് ആൺകുട്ടികളുടെ കഥ മാത്രമായിട്ട് മനസ്സിലാക്കണ്ട. ഇപ്പം അടുത്ത് തലശ്ശേരിയിലെ ഒരു പോലീസ് ഓഫീസർ, ഒരു SI രാത്രി 10 മണി കഴിഞ്ഞാൽ പെൺകുട്ടികളെയൊക്കെ തല്ലാൻ തുടങ്ങി. പെൺകുട്ടികളെയൊക്കെ ഓടിക്കുക. കാരണം പെൺകുട്ടികൾ രാത്രി 10 മണി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് റോഡ് സൈഡിലെ തട്ടുകടയിൽ നിന്ന് തിന്നാനായിട്ട്.
തട്ടുകട സ്പെഷ്യൽ തിന്നാൻ ഇറങ്ങുകയാണ് പെൺകുട്ടികൾ. ഇതാണ് ഇന്ന് നമ്മുടെ മക്കള്. ഇത് നമ്മുടെ സമുദായത്തിലാണ് ഏറ്റവും ഈ വൃത്തികേടുകൾ ഇന്ന് നടക്കുന്നത്, നമ്മുടെ സമുദായത്തിലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസവും അവർക്ക് കിട്ടുന്ന അറിവും അവർക്ക് കിട്ടുന്ന നിർദ്ദേശവും ഇതാണ്. ആ നിലയിൽ മക്കളെ വിട്ടാൽ നമ്മൾ ഖേദിക്കുകയല്ലാതെ, നമ്മൾ ആ നിലയിൽ പേടിച്ചിട്ട് മരിക്കുകയല്ലാതെ, നമ്മുടെ മക്കളെ കണ്ടിട്ട് കണ്ണിന് കുളിർമയാകുന്ന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്യുൻ, നമ്മൾ ദുആക്കത്തെ ദുആയാണത്. പടച്ചോനെ, എൻ്റെ ഭാര്യ മക്കളെ നല്ലവരാക്കിയിട്ട് എൻ്റെ കണ്ണ് കുളിർമയാക്കി ആ സന്തോഷത്തിൽ മരിക്കാൻ തൗഫീക്ക് കൊണ്ട തമ്പുരാനെയും ദ്വാരക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ ഇപ്പോൾ രക്ഷിതാക്കൾ മരിക്കുന്നത് ആ മക്കളുടെ സ്വഭാവം കണ്ടിട്ട് കണ്ണ് കുളിർമയായിട്ടല്ല, മക്കളുടെ തോന്നിയാസം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ രക്ഷിതാക്കൾ വട്ടം തിരിയുകയാണ്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും താന്തോന്നികളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅലമൂ അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങൾ അറിയണേ, നിങ്ങളുടെ മുതലുകളും നിങ്ങളുടെ മക്കളും നാശമാണ്, ഫിത്നയാണ്, അപകടകരമാണ്. ആ ഫിത്നയെ പറ്റി നമുക്ക് നല്ല ബോധം വേണം. എൻ്റെ മക്കൾ, എല്ലാവരുടെയും വിചാരം എങ്ങനെയാ? എൻ്റെ കുട്ടിയൊന്നും അങ്ങനെ ആവില്ല, എൻ്റെ കുട്ടിയൊന്നും അങ്ങനെ ആവില്ല. എല്ലാവരുടെയും വിചാരം അങ്ങനെ തന്നെ, നമ്മളൊക്കെ അങ്ങനെ തന്നെ. പഠിച്ചോൻ കാക്കട്ടെ. ആ ആശ നിരാശയാക്കാതെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ബസലായാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതും അന്വേഷിക്കേണ്ടതും ആ നിലയ്ക്ക് അവരെ എപ്പോഴും നിരീക്ഷണത്തിന് വിധേയരാക്കേണ്ടതും അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, അനുസരണയുള്ള മക്കളാക്കി തീർക്കുമാറാവട്ടെ, ബുദ്ധിയും വിവേകവും തൻ്റെ ഇടമുള്ള മക്കളാക്കി അല്ലാഹു തആല നമ്മുടെ മക്കളെ ആക്കി തീർക്കുമാറാവട്ടെ. ആ മദ്രസകളിലും ദർസുകളിലും അറബി കോളേജിലൊക്കെ പഠിച്ച ആ സംസ്കാരം നിലനിർത്തുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ ആക്കുമാറാവട്ടെ. ഇത്തരം ഭൗതിക കോളേജുകളിൽ നിന്ന് തോന്നിയാസങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പായുന്ന വൃത്തികെട്ട മക്കളാക്കി നമ്മുടെ മക്കളെ അല്ലാഹു തആല